ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി മക്കളില്ല, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി പല ദമ്പതികൾ പറയാറുള്ള ഒന്നാണ്, ഇതുവരെ ഒരു മകൻ ഉണ്ടായിട്ടില്ല, ഒരു മകൾ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത്. ഉസ്താദ് ദുആ ചെയ്യണം, പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. നിരന്തരമായി വരുന്ന കമൻറ്റുകളാണിത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ, ചില ആത്മീയമായ മാർഗങ്ങൾ പറയാമെന്ന് കരുതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൗണ്ടിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെയുള്ള ആളുകൾ അതിനുള്ള മരുന്നുകളും മറ്റുമൊക്കെ ഉപയോഗിക്കണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനോടൊപ്പം ഇതുകൂടി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ, നമ്മളൊക്കെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അതിനുശേഷം സുബഹിയുടെ ബാങ്ക് കൊടുക്കും. സുബഹിയുടെ ബാങ്ക് കൊടുത്ത് നമ്മൾ ഉടനെ സുന്നത്ത് നിസ്കാരങ്ങളിലെ ഏറ്റവും പുണ്യമായ സുന്നത്ത് നിസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഒരു കാരണവശാലും ഒഴിവാക്കരുത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. അപ്പോൾ സുബഹിക്ക് മുൻപുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, സുബഹിയുടെ മുൻപുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ഇടയിലുള്ള ആ സമയത്തിരുന്നിട്ട് ഒരു 41 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവർ നമുക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഫാത്തിഹ നിർബന്ധമായി പഠിക്കേണ്ട ഒന്നാണ്. എല്ലാവർക്കും ഫാത്തിഹ അറിയാം, നന്നായി ഫാത്തിഹ ഓതാൻ പരിചയമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, അക്ഷരങ്ങളൊക്കെ പിഴക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഒരക്ഷരം പോലും വിട്ടുപോകാതെ മഖ്റജുകളും തജ്വീദുകളും നിയമങ്ങൾ പാലിച്ചായിരിക്കണം ഓതേണ്ടത്. അങ്ങനെ ഓതുന്നവർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുക. ഇനി അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഒരു 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അങ്ങ് ദുആ ചെയ്യുക, മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഇത് നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ ചെയ്യുക. ഇങ്ങനെ നിരന്തരമായി ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കൊരു മകളെ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് സ്വാലിഹായ മക്കളുണ്ടാകും. ദുആയിൽ പ്രത്യേകമായി നമ്മൾ എല്ലാവരും അത് ഉൾപ്പെടുത്തിയാൽ അള്ളാഹു നമുക്ക് സ്വാലിഹായ മക്കളെ നൽകും. അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വിഷമത്തോടു കൂടിയാണ് പറയാറുള്ളത്, അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അബ്ബേ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് വേറെ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.